ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ബാംഗ്ലൂരല്ല ഉള്ളത്. ഇപ്പം നമ്മൾ ചെന്നൈയിലാണ്. ചെന്നൈയിൽ മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരു ദിവസത്തെ ഒരു സ്റ്റേക്കേഷൻ പോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ കുറേ നാളായി ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനെ നടക്കാതിരുന്നിരുന്ന അവസാനം അത് നടത്തിയെടുത്തു. ഒരു ദിവസത്തേക്കേ ഉള്ളൂ. കാരണം ശ്രീക്ക് അതേ ലീവൊന്നും കിട്ടാത്തത് കൊണ്ട് ഇവിടെ ചെന്നൈയിൽ ബാംഗ്ലൂർ ചെന്നൈ ഇപ്പം വന്ദേ ഭാരതം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നു, നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് എന്തായിരുന്നു, ബീച്ച് റിസോർട്ടാണ്. ഇന്ന് ഇവിടെ സൺറൈസ് ആണല്ലോ കാണുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി എണീറ്റാണ്. പക്ഷേ മഴച്ചാറ്റലും ഫുൾ മൂടി കിടക്കായിരുന്നു. അതൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഒരു വില്ല പോലത്തെ ഒരു സീസൈഡ് വില്ല പോലത്തെ ഒരു സംഭവമാണ്. അപ്പം കുഴപ്പമില്ല, നല്ല രസമാണ്. തൊട്ടടുത്താണ് ഇതിൻ്റെ ബീച്ച്. നമുക്ക് തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന മതിലിനപ്പുറം നമ്മൾ അക്കോട പോലെ കാണുന്നില്ലേ, ആ സൈഡൊക്കെ ബീച്ചാണ്. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ബീച്ച് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ രാവിലെ എനിക്ക് തോന്നുന്നു 6 മണി 6:30 തൊട്ട് രാത്രി ഒരു 9 മണി വരെ നമുക്ക് ബീച്ചിലൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റുമൊക്കെ ചെയ്യും. പക്ഷേ 6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 6 മണിക്ക് ശേഷം നമ്മൾ ഇറക്കത്തില്ല ബീച്ചിലേക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വില്ല. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇതിന് മുകളിൽ പുറത്തൂടെ ഫസ്റ്റ് ഫ്ലോറും കൂടെ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വ്യൂ ആണ്. മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ആണ്. ഞങ്ങൾക്ക് പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി നേരത്തെയാണ്, ഒരു 7 മണി സമയമൊക്കെ ആയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തുടങ്ങി. പക്ഷേ ആദ്യം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. പിന്നെ വിചാരിച്ച് കുറച്ച് നേരം നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കഴിക്കാൻ പോകാമെന്ന്. ഇപ്പോൾ തന്നെ രാവിലെ ആ ഒരു സൺറൈസിൻ്റെ സമയം തൊട്ടേ ഇവിടെ ആൾക്കാരിങ്ങനെ വന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി തുടങ്ങും രാവിലെ ടൈമിൽ. പക്ഷേ സൺറൈസൊന്നും ഇത്തവണ കണ്ടൊന്നുമില്ല. ഭയങ്കര മൂടിയ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി നല്ല ക്ലൈമറ്റും ആയിരുന്നു. വലിയ വെയിലും അങ്ങനെ കുത്തുന്ന വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ പകൽ ഒരു ഉച്ച സമയത്തൊക്കെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയ ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ക്ലൈമറ്റായിരുന്നു. ഭയങ്കരമായ ഒരു വെയിലൊന്നും ഇല്ലാത്തത്. ചൂടുണ്ട്, ആ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റാണ്. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വലിയ നമ്മളെ ചൂടങ്ങ് ഇതാക്കിയില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ താഴോട്ടിറങ്ങി പൂളിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവിടെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇതിപ്പോൾ റിസപ്ഷനാണ്. റിസപ്ഷനിൽ റൈറ്റ് സൈഡ് ചെക്കിനും ലെഫ്റ്റ് സൈഡ് ചെക്കൗട്ടുമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെക്കൗട്ടിൻ്റെ ആ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂളിലേക്ക് പോകാം. പക്ഷെ അവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാനതൊന്നും എടുത്തില്ല. പിന്നെ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ബീച്ചിനായി കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ കസേരയൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ ആ കസേരയൊക്കെ എടുത്ത് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെന്താണ്, ഈ ബീച്ച് സൈഡിലും ചെറിയ 2 ഇങ്ങനെ റെസ്റ്റോറൻ്റ് അല്ല, ഒരു കഫേ പോലെ 2 സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പിസ്സയുടെയും പിന്നെ ഒന്ന് കഫേ ടൈപ്പ്, എന്തോ കാപ്പിയും ചായയൊക്കെ കൊടുക്കുന്ന ഇതാണ്.
അപ്പോൾ അവിടെ നിന്നൊന്നും ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. നമുക്ക് ആ റിസോർട്ടിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലും പിക്നിക്കിന് ഒത്തിരി പേര് വരുന്നുണ്ട്. പിക്നിക്ക്, ടീം ഔട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ പേര് വരുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇഷ്ടം പോലെ ബോട്ട്, മീൻ പിടിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ബോട്ടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. മീനൊക്കെ പിടിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഈ തമിഴ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെയായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി. എനിക്ക് ഇവരുടെ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊങ്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ആ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് തമിഴ് ക്യുസീനിൽ. അപ്പം അതെല്ലാം എടുത്തു. പിന്നെ പിന്നെ ഇടിയപ്പം, അപ്പം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ എനിക്കിഷ്ടമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് എടുത്തത്. ഇഡ്ഡലി, സാമ്പാറും, ചമ്മന്തി, വട, പൊങ്കലും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് നേരെ ഞങ്ങൾ വീണ്ടും റൂമിൽ പോയിട്ട് നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ബീച്ചിന് വേണ്ടിയിട്ടാണല്ലോ മെയിനായിട്ടും വന്നത്, ബീച്ചിലിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബീച്ചിൽ പോയി ഇരിക്കുക എന്നുള്ള ഒരു കാര്യം. അത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ആകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ടും കൂടെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബീച്ച് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ബീച്ചുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് കൂടുതലും പ്ലാൻ ചെയ്യുന്നത്. ഗോവ, ഇവിടെ ഗോവയാണ് ആക്ച്വലി. ഞങ്ങൾ സൗത്ത് ഗോവ കഴിഞ്ഞ വർഷം പോയി. അപ്പോൾ നോർത്ത് ഗോവയിലേക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ പ്ലാനൊക്കെ മാറ്റി. ഇത് കുറച്ചുകൂടെ അടുത്താണ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യാം. അതാണ് കൂടുതലും, പെട്ടെന്ന് പോയി വരാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് നമുക്കൊരു ചെറിയ വൺ ഡേ ട്രിപ്പ് പോലെ നടത്താൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റി. ഗോവ ട്രാവൽ രണ്ടും, ട്രെയിനും അതെ, ഫ്ലൈറ്റും അതെ. ഡയറക്റ്റ് ഫ്ലൈറ്റൊക്കെ കുറവാണ്, ട്രെയിനും കണക്കാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ബീച്ചിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം കസേര എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കസേരയിൽ വെള്ളം. അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂവിന് വേണ്ടിയിട്ട് ശ്രീഹരി പോയി. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീഹരി ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ കസേരയിൽ ആ വെള്ളമൊക്കെ തുടച്ചിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഇത് നോക്കി ഇപ്പോഴേ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇറങ്ങാനും ശ്രീഹരിക്കും അത് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കസേരയൊക്കെ ഇട്ടു. അപ്പം ഇപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം. ഞങ്ങൾ പക്ഷേ കുറച്ച് നേരത്തെ കഴിച്ചു പോയി. കാരണം നേരത്തെ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ വിശക്കുമല്ലോ, അതാണ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ചു പോയി. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു 9 മണി 9-9:30 സമയം ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര തിരക്കായിട്ടുള്ള സമയമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. അങ്ങ് ഇരുന്നൊന്നുമില്ല, ചുമ്മാ ഇറങ്ങി നിന്നു. എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പതുക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളായിരുന്നു ആ സമയത്ത് കഴിച്ചിട്ടൊക്കെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കടലിലേക്ക് ഇങ്ങനെ നിന്നു.
അങ്ങനെ കുറേ നേരത്തെ കാര്യങ്ങൾ കടലിൽ ചുമ്മാ ഒക്കെ നിന്നും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം നനഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റാം എന്ന് കരുതി നമ്മൾ തിരിച്ച് അവിടെ പോയി റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറ്റി പാൻറ്റെല്ലാം മാറ്റി വേറെ ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ഭയങ്കര പെട്ടെന്ന് ഒരു മണിക്കൂറത്തെ വ്യത്യാസത്തിൽ കുറേ പേര് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും കുറേ പേര് ടീം ഔട്ടിങ് പിക്നിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ബീച്ചിലൊക്കെ വന്ന് ഭയങ്കര ആൾക്കാർ, പിന്നെ അവരുടെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ, അതിൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാമായിട്ട് ഭയങ്കര ഒത്തിരി ആൾക്കാർ, ഭയങ്കര ഒരു നല്ലൊരു വൈബായി. പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് ആ ഗാർഡൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി അങ്ങനെ കുറച്ച് നേരം നടന്ന് ഞങ്ങൾ മീൻസ് ഗാർഡൻ്റെ വഴിയൊക്കെ നടന്ന് റിസപ്ഷൻ്റെ ഭാഗത്തേക്കും എല്ലാം നടന്ന് കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ അവിടെ തന്നെ എന്തൊക്കെയോ ചെറിയ ജിമ്മിലേക്കുള്ള വഴിയൊക്കെ അതാണ്. പിന്നെ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയിലാണ് നമ്മൾ ആദ്യം വരുമ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതും നമുക്ക് റൂം കാണിച്ചു തരുന്നതൊക്കെ അയാളാണ്. ഇവിടെ എന്തൊക്കെയോ മാലാവള, പിന്നെന്താ ഡ്രസ്സ്, ആ വക ഷോപ്പ് ചെയ്യാനുള്ള ചെറിയ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ എനിക്കറിയത്തില്ല ആരെങ്കിലുമൊക്കെ കയറി മേടിക്കുന്നുണ്ടോ എന്ന്. ഞങ്ങൾ കണ്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി ചുറ്റിനുമൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് തന്നെ ഇറങ്ങി. ഇപ്പം ബീച്ചിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പം ഞങ്ങൾ വീണ്ടും അവിടേക്ക് ഇറങ്ങി. അപ്പം മീനൊക്കെ പിടിച്ചുകൊണ്ട് വള്ളക്കാരൊക്കെ മീൻ പിടിച്ചുകൊണ്ട് കരയിലേക്ക് വരുന്നുണ്ട്. വീണ്ടും രണ്ടാമത് മാറിയ ഡ്രസ്സിൽ വീണ്ടും ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. ഉച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 11 മണി കഴിഞ്ഞ സമയമൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും അവിടെ ഒരു വള്ളമൊക്കെ വന്ന് അത് കരയ്ക്കോട്ടൊക്കെ കയറ്റുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ്. ഇപ്പം നമുക്ക് വെട്ടം അടിക്കും, എന്നാലും ഭയങ്കരമായ വെയിലൊന്നുമില്ല. ഗോവയിലൊക്കെ ഈ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. ഈ ഒരു ഉച്ച സമയത്തൊന്നും നമുക്ക് ഈ കടലിൻ്റെ ഭാഗത്തേക്കേ വരാൻ പറ്റത്തില്ലായിരുന്നു. ആ രീതിയിൽ വെയിലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനത്തെ അത് ഈ ഒരു മാസമായിട്ട് ഈ ഒരു സമയമായിട്ടായിരിക്കും. ഇനിയിപ്പം ചെന്നൈയിലൊക്കെ ഇനിയിപ്പം മഴ കണ്ടിന്യൂസ് തുടങ്ങാൻ പോവാന്നൊക്കെയാണ് പറയുന്നത്, ഒക്ടോബർ തൊട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഡ്രസ്സ് മാറി ഈ ഡ്രസ്സിൽ വന്നിറങ്ങിയിട്ടുണ്ട്. മറ്റേത് ഞങ്ങൾ ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും കടലിലിറങ്ങി കുറച്ച് നേരം വീണ്ടും അവിടെ തന്നെ ഞങ്ങൾക്ക് ഒട്ടും മടുക്കാത്തൊരു കാര്യമാണിത്. ആ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞ് ഞങ്ങളിരിക്കും. അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അടുത്ത് ഒരു ബീച്ച് ആക്സസ് ഉള്ള ഒരു റിസോർട്ട് നോക്കി പോയത്. പിന്നെ ഉച്ചയായപ്പോഴത്തേന് ഇനിയിപ്പം വിശപ്പൊന്നും വലുതായിട്ടൊന്നും ആയിട്ടില്ല. കാരണം നമ്മൾ രാവിലെ 7:30 ടൈമിൽ കഴിച്ചെങ്കിലും വലുതായിട്ട് വിശപ്പൊന്നും വന്നു തുടങ്ങിയില്ല. കാരണം നല്ലപോലെ കഴിക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ്, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ. അവിടെ ഇതൊരു ടീം ഔട്ടിങ്ങാണ്. അപ്പോൾ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതോ ഒരു ഓഫീസ് ടീമാണ്, അവരുടെ ഔട്ടിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അവർ കുളങ്കര പോലെ എന്തോ ഒരു സംഭവം, അത് കുളങ്കരയല്ല ഇവരുടെ, ഇത് തമിഴ്. അപ്പം നമ്മുടെ കുളങ്കര പോലെ തന്നെ എന്തോ മീനും അങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ പിടിക്കാൻ വരുന്നൊരു സംഭവം അത് അവർ കളിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളത് കുറച്ച് നേരം കണ്ടിരുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് ലോൺ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലായിട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗം. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും ക്ലീനിങ്ങിന് ആൾ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിരുന്നു. അപ്പോൾ അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകാൻ അപ്പോൾ ആ സമയത്ത് ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ആ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ബാക്കി ഇതിൻ്റെ ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. കാരണം ഇത് ഒത്തിരി ലെങ്തായി പോകും അല്ലെങ്കിൽ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്.